കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആര് വിജയിക്കുമെന്നാണ് പറയുന്നത്? കോൺഗ്രസ് ജയിക്കും, അത്രേ ഉള്ളൂ. ഒറ്റ വൈലി. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം, ഏത് പാർട്ടി വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്നാലും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് നമ്മളൊക്കെ. അപ്പൊ ഒരു സത്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അറിഞ്ഞില്ലേ? രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഇല്ല, രാഷ്ട്രീയം പറയില്ല, പറയണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാലത്ത് പറഞ്ഞു മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയാലും കോൺഗ്രസിന് ഒരു സാധ്യതയില്ലേ? കോൺഗ്രസിന് ഒരു സാധ്യതയില്ല. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കിട്ടണല്ലോ. എല്ലാം ശരിയായല്ലോ. ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില എന്ന് അറിയാം? എന്താ വില? ഇപ്പൊ 370. 370. ഒന്നും മേടിക്കാറില്ല. നമ്മുടെ LDF നേരത്തെ കാഴ്ചവെച്ച ഭരണം വെച്ചാകുമ്പോൾ UDF തന്നെ ജയിക്കാനാണ് ചാൻസ് ഉണ്ട്. കോൺഗ്രസിനാണ് സാധ്യതയുള്ളത്. ആന്റി ഇൻകംബൻസി ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസ് ആയി. കോൺഗ്രസ് വരുമെന്നാണ് പറയുന്നത്. കോൺഗ്രസ്. നമസ്കാരം. നേഷൻ ഫസ്റ്റ് ഇപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷനിലാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്നുള്ളത്, ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന അറിഞ്ഞോ? ഇലക്ഷൻ കേരള അറിഞ്ഞോ? കൊച്ചി കോർപ്പറേഷൻ ആര് ജയിക്കണമെന്നാണ് കരുതുന്നത്? വാട്ട് ഈസ് യുവർ പൊളിറ്റിക്കൽ ഐഡിയോളജി? ആക്ച്വലി ആരൊക്കെയാ നിൽക്കുന്നത്? അല്ല, LDF, കോൺഗ്രസ് ഓർ NDA? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ലൈക് കേരള LDF അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ മാറ്റി ചിന്തിക്കണം, ഒരു തവണത്തേക്ക് മാറ്റി ചിന്തിക്കണം എന്ന് തോന്നുന്നു. ആന്റി ഇൻകംബൻസി ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ ഒരു. ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നു? കോൺഗ്രസ് വരട്ടെ. കോൺഗ്രസ് വരട്ടെ. എന്താണ് കോൺഗ്രസ് വരണമെന്ന് പറയാൻ കാരണം? അല്ല, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF അല്ലേ ഇപ്പൊ ഭരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് വരട്ടെ. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മാറി എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരളത്തിൽ ആര് മൊത്തത്തിലൊരു തദ്ദേശ മേഖലയിൽ ഭരണം പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കോൺഗ്രസിനാണ് സാധ്യതയുള്ളത്. ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ സംസ്ഥാനത്ത്? ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഭരണത്തിന്റെ തന്നെ കുറവുകൊണ്ട് തന്നെ. ചേട്ടാ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുവാണ്. കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കണം ചേട്ടാ? LDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാലത്ത് പറഞ്ഞു മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയാലും കോൺഗ്രസിന് ഒരു സാധ്യതയില്ലേ? കോൺഗ്രസിന് ഒരു സാധ്യതയില്ല. ചേട്ടാ, അടിയുറച്ച CPM-കാരനാണ്. അങ്ങനെയാണെങ്കിൽ പറയാം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് കരുതുന്നത്? എന്റെ പൊന്നാണ്, ഇതൊക്കെ എങ്ങനെ അറിയും? അല്ല, ഒരു രാഷ്ട്രീയപരമായിട്ടൊരു ബോധം വെച്ച് എന്താണ് ആ ബോധം ഉണ്ടെങ്കിലല്ലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതില്ലല്ലോ. എന്നാലും BJP വരുമോ, കോൺഗ്രസ് വരുമോ, LDF വീണ്ടും വരുമോ? എനിക്ക് യാതൊരു പറ്റിയ ഒരാളല്ല ഞാൻ. അല്ല. ബോധമില്ലാത്തൊരു വിവരമില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ രാഷ്ട്രീയ ബോധമില്ല. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യും, അത് ഞങ്ങളുടെ മനസ്സിലാക്കി, അത് പുറത്തു വരാൻ പാടില്ല. ചേച്ചിയുടെ ആഗ്രഹം കാണുമല്ലോ മനസ്സിൽ. LDF തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ആഗ്രഹം. അല്ല, അങ്ങനെ ആയിരിക്കും. ചേച്ചിയുടെ ആഗ്രഹം എന്താണ്? അല്ല, അങ്ങനെ ജാതിപ്പകരം തീരുമാനിച്ചിട്ടില്ല. എന്നാലും കോൺഗ്രസ് വരണമെന്ന് ചിന്തിക്കുന്നില്ല. അല്ല, മിക്കവാറും LDF തന്നെ ആയിരിക്കുന്നത് തോന്നുന്നു. ചേട്ടാ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് അറിഞ്ഞു. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്നാണ് തോന്നുന്നത്? കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസ് ആയി. കോൺഗ്രസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ? അങ്ങനെ ചോദിച്ചാല് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം കൂടി പറയാൻ പറ്റത്തില്ല. രണ്ടഭിപ്രായം, രണ്ട് ചീന്തുകൾ. അയ്യോ, അത് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലുള്ള ആളല്ല. ഞാൻ കോൺഗ്രസ് ജയിക്കുന്ന ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. അപ്പം എന്തായിരിക്കും രണ്ട് കാരണങ്ങൾ? ഇപ്പൊ വികസന മുരടിപ്പാണോ, അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി ആണോ, എന്താണ്? വികസന മുരടിപ്പൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും
LDF LDF, അത് കഴിഞ്ഞ് പിന്നെ UDF, പിന്നെ LDF. ഒരു മാറ്റം വരണം എന്തായാലും. മാറ്റം വരണം എന്തായാലും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്നാണ് കരുതുന്നത്? കൊച്ചി കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. വർഷങ്ങളായിട്ട് ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്. ഇവിടെ പ്രത്യേകിച്ച് ബാക്കി വലിയ മാറ്റമൊന്നും വരാൻ പോകില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ഇവിടെ കയറി വന്നു. പക്ഷെ എന്നാലും ഈ പ്രാവശ്യം നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഭരണവിരുദ്ധ തരംഗം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മേ ബി എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണ്, കലൂർ സ്റ്റേഡിയത്തിൽ. ഈ കലൂർ സ്റ്റേഡിയം ഈ പൊളിച്ച് ഇട്ട് വെച്ചിരിക്കുന്ന കാണുന്ന നോക്കുന്ന സമയത്ത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാനൊരു പൊതുസമൂഹത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാളായിട്ട് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്കിത് മനസ്സിലായിട്ടില്ല. എന്താ കാണിക്കുന്നത്? ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് എഗൻസ്റ്റ് വോട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ് വരുമായിരിക്കും. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം നല്ലതാണ്. ഇവിടെ റോഡുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം നല്ലതാണ്. എൻ്റെ ശമ്പളം കിട്ടാനുള്ള തിരക്കായതുകൊണ്ട് ഞാൻ ഇടപെടില്ല, വാങ്ങിച്ചു. കേരളം എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് നിൽക്കണല്ലോ. എല്ലാം ശരിയായല്ലോ. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില എന്ന് അറിയോ? എന്താ വില? ഇപ്പോൾ 370. 370. ഇപ്പൊ മേടിക്കാറില്ല വെളിച്ചെണ്ണ. 450 രൂപയാണ്. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ LDF പഠിച്ചാൽ മതി, പഠിക്കാൻ പറ്റും പെട്ടെന്ന് വീട്ടിലെ കാര്യം. അതാണ് എനിക്ക് പറയാം. കോൺഗ്രസ് വരുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിൽ തന്നെ തമ്മിത്തല്ലല്ലേ. അത് ആദ്യം അവരോട് നന്നാകാൻ പറഞ്ഞു. BJP BJP ഒറ്റ BJPയില് ഈ അടിമത്വം ഇല്ല, അതേപോലെ തന്നെ കുടുംബവാഴ്ചയില്ല. ഒരു മതേതര പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ ബീഹാർ തന്നെ എടുത്തോ. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ അവിടെ മുസ്ലിം ഇതിന്റെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ അവിടെ ജയിച്ചു വന്നേക്കണ്. പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മാറ്റം വന്നുകൂടാ? BJP മാറ്റം വരും കേരളത്തിൽ. BJP വന്നോന്നാണ് ഞാൻ പറയണത്. കേരളത്തിൽ ഒരു മാറ്റം പറഞ്ഞെങ്കിൽ ഇനി BJP വന്നോ. ഇവിടെ ഈ ഇടതും വലതിനും കൂടി ജനങ്ങളെ കൊന്നു നിന്ന്. വീട്ടില് പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കും അച്ഛൻ. ഈ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആര് വിജയിക്കുമെന്നാണ് പറയണത്? കോൺഗ്രസ്. എന്താണ് പറയണത്? കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് ജയിക്കും. നീ എന്താണ് മക്കള് പറയണത്? കോൺഗ്രസ് ജയിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്. കോൺഗ്രസ് ജയിക്കും. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? രാഷ്ട്രീയമുണ്ടോ? ഇല്ല, രാഷ്ട്രീയം പറയില്ല. പറയണ്ട. എന്നാലും ആർക്കായിരിക്കും സാധ്യത? അറിയത്തില്ല. നോ ഐഡിയ. അറിയില്ല, ഒരു ഐഡിയ ഇല്ല. UDF. കോൺഗ്രസ് വരുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? 2 കാരണങ്ങൾ. ഇതുവരെ മുന്നേ ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചേരാൻ നല്ലൊരു കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ UDFിന്റെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ വരുമെന്ന് തോന്നുന്നു. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു പാർട്ടി ബേസ്ഡ് ആളല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ആയിരിക്കാം. കോൺഗ്രസിന്റെ രീതിയിൽ പറയണമെങ്കിൽ ഇപ്പൊ നമ്മുടെ LDF നേരത്തെ കാഴ്ചവെച്ച ഭരണം വെച്ചാകുമ്പോൾ UDF ജയിക്കാനേ ചാൻസ് ഉള്ളൂ. കോൺഗ്രസ് ഭരണത്തിൽ വരും. കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നാണ് അതിന് ചേട്ടന് അങ്ങനെ പറയാൻ ചേട്ടന് 2 കാരണങ്ങൾ എന്തൊക്കെയാ? ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മ പറയുന്ന ആൾക്കാര് അത് രീതിയിൽ ചെയ്യുന്നില്ല. അല്ലാതെ കോൺഗ്രസ് ആണെന്ന് നമ്മ പറയുന്ന രീതിയിൽ ചെയ്യുമായിരുന്നു. LDF ആകുമ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുന്നില്ല. ഒരാളെ കാണാൻ പോലും കിട്ടൂല എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കോൺഗ്രസിന്റെ ഭരണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നമ്മൾ പറയുന്ന രീതിയിൽ ആൾക്കാർ ചെയ്ത് മുന്നേ പോയിട്ടുണ്ട്. LDF ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സംസാരിച്ചാൽ കേൾക്കാനുള്ള ആൾക്കാരില്ല. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന്, ഏത് പാർട്ടി വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് നമ്മളൊക്കെ. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അറിഞ്ഞില്ലേ? ഞാൻ 3 മാസം മനസ്സിലായി. ഇറങ്ങിയതിനു ശേഷം അറിഞ്ഞില്ല. കൊല്ലരുത്. ഇല്ല. തേച്ചൊട്ടിക്കല്ലേ പ്ലീസ്. അല്ലെങ്കിൽ തന്നെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നടുക്ക ഞാനിപ്പോ എനിക്ക് ഒരു നോ കമന്റ്സ്. ആര് വേണേലും ജയിച്ചോട്ടെ. ഈ റോഡൊന്ന് കുഴിയിൽ വീഴ്ത്താൻ രാഷ്ട്രീയമുണ്ടോ? എനിക്കോ? ഇല്ല. ഞാൻ ആര് ജയിക്കുന്നതാണോ അതാണ് എന്റെ രാഷ്ട്രീയം. പക്ഷെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ. LDF ആണോ UDF ആണോ BJP പിടിക്കുന്നത്? ആര് വിളിച്ചാലും നമുക്ക് ആരും നമുക്കൊന്നുമില്ല. വരുന്ന കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കൊച്ചി കോർപ്പറേഷൻ. അതെ. എനിക്ക് ഓൾറെഡി അറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരാ വിജയിക്കുന്ന അറിയില്ല. കഴിഞ്ഞ LDF ആണ് വിജയിച്ചത്. LDF ആണെന്ന് തോന്നുന്നു. മറ്റേ അനിൽകുമാർ സാർ. ഈ പ്രാവശ്യം എന്ത് മാറ്റമാണ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ പ്രാവശ്യം മാറ്റം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അവര് തന്നെ പറഞ്ഞിട്ട് പറ്റേ. ഞാൻ അങ്ങനെ ഇന്ന പാർട്ടി വെച്ച് പറഞ്ഞല്ല. ഇപ്പൊ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ വെച്ച് പറഞ്ഞല്ല. ഇപ്പൊ ഇടതുപക്ഷം ഇവിടെ കൂടുതല്
ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരോരോ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യുമ്പോൾ അവരതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തീർച്ചയായിട്ടും പറഞ്ഞിട്ട് തരണം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഒന്നും കൂടി നല്ല രീതിയിൽ വിപുലീകരിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് തന്നെ കാരണം അധികാരത്തിൽ കയറുന്നതായിരിക്കും. കോൺഗ്രസിനൊരു സാധ്യതയില്ലേ? സാധ്യത ഉണ്ട്, സാധ്യത ഇല്ലാണ്ടില്ല.